യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. ഒരു വിധത്തിലും ഭാവിയായ മനുഷ്യന്, ജഡത്തിലായിരിക്കുന്ന മനുഷ്യന് ജീവവൃക്ഷത്തിലെ ഫലം കഴിക്കുവാൻ സാധ്യമല്ല. നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇന്നും പാപിയാണ് പാപിയാണ് എന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പാപിയായ ഒരുവനും ജീവവൃക്ഷത്തിലെ ഫലത്തിന് യോഗ്യനല്ല, അത് കഴിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ പാപത്തിൽ തന്നെ തുടരുന്നുവെങ്കിൽ ജീവവൃക്ഷത്തിലെ ഫലം നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. നിനക്ക് പാപമോചനവും രക്ഷയും ലഭിച്ചു കഴിഞ്ഞതിനെ കുറിച്ചാണ് സുവിശേഷം സംസാരിക്കുന്നത്. ലഭിക്കുമെന്നല്ല. പലരും പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്നാണ്. വിശ്വസിക്കുന്ന നീ ആ രക്ഷയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രക്ഷ നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. നിന്റെ പാപത്തിന് വേണ്ടിയല്ലേ യേശു മരിച്ചത്? നിന്റെ പാപത്തെയല്ലേ യേശു വഹിച്ചത്? നിന്നെയല്ലേ യേശു വിടുവിച്ചത്? അറിയുക, ഒരു പാപിക്കും ജീവവൃക്ഷത്തിലെ ഫലം അനുഭവിക്കാൻ സാധ്യമല്ല. പാപത്തിൽ തുടരുന്നവനാണ് ജീവവൃക്ഷത്തിലെ ഫലം കഴിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ജീവവൃക്ഷത്തിലെ ഫലം ആർക്കാണ് കഴിക്കാൻ പറ്റുന്നത്? വീണ്ടും ജനിച്ച ആത്മ മനുഷ്യന് മാത്രമേ ജീവവൃക്ഷത്തിലെ ഫലം കഴിക്കാൻ പറ്റുകയുള്ളൂ. ആരാണ് വീണ്ടും ജനിക്കുന്നത്? വചനത്താലും ആത്മാവിനാലും പുതു സൃഷ്ടിയായി തീരുന്നവർ. പാപത്തോടവർ വിടവാങ്ങിയിരിക്കുന്നു. ജീവന്റെ വൃക്ഷം ക്രിസ്തുവാണ്. ജീവന്റെ വൃക്ഷത്തിലെ ഫലം ദൈവവചനമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകളിൽ ആത്മാവും ജീവനുമാകുന്നു.